കണ്ണൂർ തന്നെയാണ് പഠിച്ചത്. ഓക്കെ പിന്നെ അതിനുശേഷം ഞാൻ ഇൻഫോസിസിലാണ് വർക്ക് ചെയ്തത് ഓൾമോസ്റ്റ് 1 ഇയർ. ഓക്കെ. അവിടെ ഏത് സ്റ്റാക്കിലായിരുന്നു? ആക്ച്വലി ഞങ്ങൾക്ക് ആദ്യം ഒരു ട്രെയിനിങ് പീരീഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് പഠിപ്പിച്ചിരുന്നത് ജാവയും റിയാക്റ്റും ആയിരുന്നു. ഓക്കെ പക്ഷെ പ്രൊജക്ട് വർക്ക് ചെയ്തപ്പോൾ ഇതൊന്നും അല്ല വർക്ക് ചെയ്തത്. ജസ്റ്റ് റിയാക്റ്റിൽ കുറച്ച് ബേസിക് സാധനങ്ങൾ ചെയ്തു എന്നല്ലാണ്ട് വേറെ വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല. ശരി ശരി ഇല്ല പറഞ്ഞ. ഓക്കെ. പിന്നെ പൈത്തൺ എന്തെങ്കിലും അറിയോ? പൈത്തൺ ഞാൻ കുറെ സെൽഫായിട്ട് പഠിച്ചു. അതേ ഉള്ളൂ. പഠിച്ചിട്ടുണ്ട്. ഓക്കെ 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 ശരി. സോ റംസിൻ എന്താണ് അവസ്ഥ? ഞാനിപ്പോ കറന്റ് പാസ് ഔട്ട് ആണ്, ബിടെക് കമ്പ്യൂട്ടർ സയൻസ്. ഏതാണ് ഇയർ പാസ് ഔട്ട്? പിന്നെ ഇയർ തന്നെ 24. ഓക്കെ ശരി. കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നോ? പിന്നെ ഞാൻ ഇതിന്റെ ഇടയിൽ ഓക്കെ ഇതിന്റെ ഇടയിൽ ഞാൻ പിന്നെ റെഡ് ഹാറ്റ് സർട്ടിഫിക്കേഷൻ ചെയ്തായിരുന്നു. അപ്പൊ അതിന്റെ എക്സാമിന് വേണ്ടി ഡേറ്റ് എടുത്തിട്ടില്ല, എഴുതാൻ വേണ്ടി നിൽക്കും. എഴുതാൻ വേണ്ടി നിൽക്കുന്നു. പിന്നെ പ്രൊജക്ട് ചെയ്തിരുന്നൊക്കെ. ഹലോ പറഞ്ഞു കേൾക്കാം. പ്രൊജക്ട് ഞാൻ യൂണിറ്റിയില് ഗെയിം ഡെവലപ്പ് ചെയ്തിരുന്നു. പിന്നെ പൈത്തൺ അതിന്റെ ഇടയിൽ ഇന്റർമീഡിയറ്റ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈക്ക് നമ്മുടെ ബോഡി ഗസ്റ്റേഴ്സ് കാര്യങ്ങളൊക്കെ. അപ്പൊ അങ്ങനെ പൈത്തൺ കുറച്ച് യൂസ് ചെയ്തു. ഓക്കെ ശരി ശരി ശരി. ഓക്കെ ഡൺ. ശരി. സോ ഫാത്തിമയുടെ എന്താണ്, എന്തെങ്കിലും ബേസിക്സ് ഉണ്ടോ? ഞാൻ ഈ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളെ അല്ല. ഓക്കെ ശരി. എന്താ പഠിച്ചത്? ഞാൻ ആക്ച്വലി യുജി പർസ്യൂയിങ് ആണ്, ലിറ്ററേച്ചർ ആണ്. ഓക്കെ ശരി. ഞാനിപ്പോ വർക്ക് ചെയ്യുന്ന ഫീൽഡ് ഇന്റീരിയർ ആണ്. ശരി. അപ്പം ഇതിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ് അല്ലെ? ഇതുവരെ ഒരു പരിചയമില്ല, കോഡിങ്ങുമായിട്ട് ഒരു പരിചയമില്ല? ഇല്ല, ഞാൻ ജസ്റ്റ് സി പ്രോഗ്രാം എന്താണെന്ന് അറിയാൻ വേണ്ടി ഒന്ന് ജസ്റ്റ് നോക്കിയായിരുന്നു, പ്രോഗ്രാമിന്റെ ഒരു ബേസിക് നോക്കിയായിരുന്നു. അപ്പോഴാണ് എനിക്ക് കുഴപ്പമില്ല, ഇൻട്രസ്റ്റഡ് ആണെന്ന് ഫീൽ ചെയ്തത്. അതുകൊണ്ടാണ് പിന്നെ ഇങ്ങനെ. ശരി മനസ്സിലായി. സോ മേജർ ആയിട്ട് ഇപ്പൊ എല്ലാവരും ഒരു ജോബ് ഓറിയന്റഡ് ആയിട്ടല്ലേ നോക്കുന്നത്? ഓക്കെ. സോ നമ്മള് ഈ പഠിക്കുന്നതിന്റെ കൂടെ തന്നെ കുറച്ച് കാര്യങ്ങൾ ഒന്ന് ഫോളോ ചെയ്യാണ്ട് ഈ സ്റ്റാർട്ടിങ് സമയത്ത് നമ്മൾ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ മൂവിങ് ഓൺ ഇറ്റ് വിൽ ഡെവലപ്പ്. ഓക്കെ. അതിൽ ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് ലിങ്ക്ഡിൻ പ്രൊഫൈൽ. എല്ലായിടത്തും സ്ട്രോങ് ആയിട്ടുള്ള ലിങ്ക്ഡിൻ പ്രൊഫൈൽ ആണോ? എന്താണ്? അല്ല റംസിൻ അല്ല. ഓക്കെ. സോ സ്റ്റാർട്ടിങ് ഇന്ന് തന്നെ അല്ലെങ്കിൽ നാളെ തന്നെ എന്ത് ചെയ്യാന്ന് പറഞ്ഞു റംസിൻ. അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്റെ കുറെ കോളേജ് ടൈമിലെ ആക്ടിവിറ്റീസും അതുപോലെ നടത്തിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പ്രൊഫഷണൽ അല്ല, ആക്ടിവിറ്റീസ് എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ശരി. കുറച്ച് ടൈം, ഒരു ഹാഫ് ആൻ അവർ ഒക്കെ ഡെയിലി അല്ലെങ്കിൽ വീക്കിലി ഒരു 1 hour എന്നൊക്കെ ഉള്ള രീതിയിൽ പ്രോപ്പറായിട്ട്. ഇപ്പൊ നമ്മള് IT ഫീൽഡിലാണ് ജോബ് നോക്കുക. സോ അതിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, അതിൽ കണക്ഷൻ ഉള്ള കോളേജ് മേറ്റ്സ് അല്ലെങ്കിൽ പുറത്തുള്ളവരൊക്കെ ആയിട്ട് ഡെയിലി കുറച്ച് കണക്ഷൻ റിക്വസ്റ്റ് അയക്കാം. ഒരു മിനിമം ഒരു അറൌണ്ട് 500 എങ്കിലും കണക്ഷൻസ് കാര്യങ്ങൾ വെക്കുക. മാക്സിമം പ്രോപ്പറായിട്ട് കണ്ടിന്യൂസ് പ്രോസസ്സാണ്. നമുക്കൊരു 1 day കൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്ത് റെഡിയാക്കാൻ പറ്റില്ല. കണ്ടിന്യൂസ് പ്രോസസ്സാണ്. റെസ്യൂമ് ഇപ്പൊ തന്നെ അപ്ഡേറ്റ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് സ്റ്റിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ, റെസ്യൂമയിലേക്കുള്ള കണ്ടന്റ്സ്, എന്തെങ്കിലും സർട്ടിഫിക്കേഷൻസ് ഒക്കെ ചില ടൈംസിൽ അത് വലിയ വാല്യുബിൾ ആവില്ല, ബട്ട് സ്റ്റിൽ അത് ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. ഓക്കെ. സോ ഈ കാര്യങ്ങൾ ഇനി പറയുന്നുണ്ടാവില്ല. സോ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങളിപ്പോൾ തന്നെ അതൊക്കെ ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. സോ ദാറ്റ് ഇൻ ദ എൻഡ് നിങ്ങൾക്ക് അത് ജോലിക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ. പിന്നെ ലീഡ് കോഡ് അക്കൗണ്ട്, ഈവൻ DSA ഒരു ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് നിങ്ങൾ ജോബിൽ എത്രത്തോളം അത് അപ്ലൈ ചെയ്യുന്നുള്ളത് മീൻസ് ഇറ്റ് ഈസ് അനദർ പോയിന്റ് ഓഫ് വ്യൂ. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഒരിക്കലും DSA പോയിട്ട് ഒരു കമ്പനിയിൽ അപ്ലൈ ചെയ്യില്ല. അപ്പം അജയ് വർക്ക് ചെയ്തുകൊണ്ട് അറിയായിരിക്കും. ഓക്കെ. ബട്ട് ബിഹൈൻഡ് ദ സീൻ നമ്മുടെ തിങ്കിങ് പ്രോസസ്സ് കാര്യങ്ങളാക്കാൻ, അതുപോലെ തന്നെ ജോബിലേക്ക് കയറാൻ വേണ്ടിയിട്ടും DSA ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഓക്കെ. സോ ദാറ്റ് ലീഡ് കോഡ് അല്ലെങ്കിൽ കോഡ് ഷെഫ് ഇഷ്ടം പോലെ ഉണ്ട്. നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ട് തോന്നുന്നു, അല്ലെങ്കിൽ ലീഡ് കോഡ് എന്തായാലും വളരെ പണ്ട് മുതലേ യൂസ് ചെയ്യുന്നതാണ്. ചിലപ്പോൾ അതിനെ കൊണ്ടൊന്നും ഒരു യൂസും കിട്ടില്ല, ബട്ട് സ്റ്റിൽ അത് ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് വരും. ഓക്കെ,
I have done this much, so it will be better. Okay, ഫാത്തിമ ലീഡ് കോഡ് കോഡിങ്ങിന്റെ DSA ഡാറ്റ സ്ട്രക്ചർ അൽഗോരിതം എന്ന് പറയുന്നുണ്ട്. അതൊക്കെ കേട്ടിട്ടുണ്ടോ? DS ഒക്കെ കേട്ടിട്ടുണ്ടോ? ഓക്കെ, സാർ ലീഡ് കോഡ് ഞാൻ ചെറുതായിട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ചെയ്യാറുണ്ട്. ശരി, റംസിന് എന്താണ്? ചെറുതായിട്ട്, വലുതായിട്ടൊന്നും അല്ല, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. മനസ്സിലായി. ഓക്കെ, ഇടയ്ക്ക് ഒരു ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടേ, ഇപ്പം ഡെയിലി ഇതൊക്കെ വരുന്നില്ലേ, ടിൽ ജോബ് കിട്ടുന്നവരെങ്കിലും ഡെയിലി ചാലഞ്ചസ് ഒക്കെ വരും. ഓക്കെ, സോ അതിൻ്റെ ഒരു സ്ട്രീക്ക് മെയിൻറ്റെയിൻ ചെയ്യുക. അതിൽ ഒരു ലോ മീഡിയം എന്നുള്ള ലെവലിലാണ് ക്വസ്റ്റ്യൻസ് വരിക. ഓക്കെ, സൊല്യൂഷൻസ് റെഫർ ചെയ്യുക. ഓക്കെ, സോ ഈ കാര്യങ്ങൾ റംസിന് ലീഡ് കോഡ് യൂസ് ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നുണ്ട്. ചെയ്യുന്നുണ്ട്. ശരി, ചെയ്യാറുണ്ട്. ശരി ശരി. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, കുറച്ചുള്ള കാര്യങ്ങൾ. പിന്നെ വേറെ ഇപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ട് എന്താ, കണക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലീഡ് കോഡ് കാര്യങ്ങൾ ഉള്ളത് ചെയ്യുക. സ്ട്രീക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം. പിന്നെ മാക്സിമം എന്തൊക്കെ കിട്ടുന്നുണ്ടോ, നിങ്ങൾക്ക് എത്രത്തോളം ടൈം കിട്ടുന്നുണ്ടോ, പുതിയ പ്രൊജക്ട് കാര്യങ്ങൾ നോക്കുക. എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ എന്നുള്ള രീതിയിൽ ഗിറ്റബിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ചെയ്യുക. ബാക്കി ഇനിയിപ്പോൾ ഇവിടുന്ന് പഠിപ്പിക്കുന്ന കാര്യങ്ങളാണെങ്കിലും പഠിപ്പിക്കുന്നതിൻ്റെ ഒരു 10 ടൈംസ് നിങ്ങൾ സെർച്ച് ചെയ്തിട്ട് എന്തെല്ലാം പോസിബിലിറ്റീസ് ഉണ്ട്, എന്തെല്ലാം കാര്യങ്ങളുണ്ട്, എവിടെയൊക്കെ എറർ വരാം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ മാക്സിമം കണ്ടുപിടിക്കാം. ഓക്കെ, എസ്പെഷ്യലി ഇപ്പോഴത്തെ ഒരു കാലത്ത് യൂട്യൂബും ChatGPT ഒക്കെ വന്ന സമയത്ത് ഒരിക്കലും നമ്മളൊരു ഈ ഒരു വേ ഓഫ് ലേണിംഗ് എന്ന് പറയുന്ന ആക്ച്വലി നിങ്ങൾക്ക് ഒരു പ്രോപ്പർ ട്രാക്ക് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഓക്കെ, ഇവൻ എനിക്കറിയാത്ത ഇഷ്ടംപോലെ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും ഓൾറെഡി. മേ ബി ചിലപ്പോൾ നിങ്ങൾക്ക് അത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഈസിലി കണ്ടുപിടിക്കാൻ പറ്റും. സോ ആ ഒരു വേല തന്നെ ആയിരിക്കും നമ്മളും പോവാം. ജസ്റ്റ് പണ്ടത്തെ പോലെ എല്ലാം സിമ്പിളായിട്ട് പഠിച്ചു പോവല്ല. നിങ്ങൾക്കൊരു ബേസിക് ഐഡിയ ഉണ്ട്, സെയിം ടൈം നിങ്ങൾക്ക് അത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് അറിയെങ്കിൽ ബാക്കിയുള്ള എല്ലാ ഹെൽപ്പും ഇപ്പം ലഭിക്കും. ഇവൻ നിങ്ങൾക്ക് കോഡ് പോലും ഡയറക്റ്റ് ആയിട്ട് കിട്ടും. സോ കമ്പനീസിനും ഇപ്പം ആവശ്യമുള്ളത് അത് പ്രോപ്പറായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു വേല തിങ്ക് ചെയ്യാൻ പറ്റുന്നവരാണ്. കോഡ് ചെയ്യാൻ ആരെയും ആവശ്യമില്ല. ഓക്കെ, കോഡ് ചെയ്യാൻ ChatGPT ഉണ്ട്, ബാക്കിയുള്ള എല്ലാ ജെമിനി ഉണ്ട്, എല്ലാ ആപ്ലിക്കേഷൻസും ഉണ്ട്. അതിന്റെ മോഡലും അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ ഞാൻ നിങ്ങളുടെ ചോദിച്ചു, ഞാൻ ആക്ച്വലി എൻ്റെ പേര് മുഫിൽ റഹ്മാൻ എന്നാണ്. നാട് കോഴിക്കോടാണ്. പഠിച്ചതൊക്കെ CET ആയിരുന്നു കുറച്ച് മുന്നേ. ഇപ്പം മേജറായിട്ട് ഒരു സിംപ്ലി കോൺട്രാക്ട് എന്ന് പറയുന്ന സ്റ്റാർട്ടപ്പ് കമ്പനിയിൽ ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യാണ്. അവരുടെ GenAI പ്രൊഡക്ട്സ്, അതായത് അവരുടെ പ്രൊഡക്ട്സിന് വേണ്ടിയിട്ട് AI ഇൻറ്റഗ്രേഷൻ കാര്യങ്ങൾ ചെയ്യുന്നതിലാണ് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇവരുടെ നമ്മുടെ കമ്പനി തന്നെ കുറച്ച് പ്രൊഡക്ട്സ് കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, അത് ലീഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതാണ് എൻ്റെ കുറച്ച് കാര്യങ്ങൾ. സോ പൈത്തനെ കുറിച്ച് ചെറിയൊരു ഐഡിയ ഉണ്ട്. സോ ഫാത്തിമ വീഡിയോ കോൺ ഓൺ ആവാത്തതുകൊണ്ട് എനിക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല. സോ എന്തെങ്കിലും ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ മൈക്ക് ഓൺ ചെയ്തിട്ട് ചോദിക്കണം. ഓക്കെ, ഞാൻ ചോദിക്കാം. ശരി. സോ ബേസിക് ഒരു ഐഡിയ ഞാൻ ആകെ നൽകുന്ന പൈത്തൺ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ചെറിയ ഐഡിയ ആണ്. ഞാനൊരു നോട്ട് കാര്യങ്ങൾ ഷെയർ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ഈ ഒരു വേല് ഒരു ടീച്ചർ അല്ലെങ്കിൽ സ്റ്റുഡൻറ് ആ ഒരു രീതിയിൽ ഇനിയിപ്പം പഠിച്ചിട്ട് കാര്യമില്ല, ഞാൻ അങ്ങനെ എടുക്കുന്നുമില്ല. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് വരുന്നുണ്ട്, നിങ്ങൾക്ക് ഏതെങ്കിലും ടൈമിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക, ക്ലിയർ ചെയ്യുക, ആ ഒരു വേല പോവാം. ഓക്കെ, സോ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മേജറായിട്ട് ഇപ്പോൾ ഏത് ലാംഗ്വേജിനാണെങ്കിലും കുറച്ച് ഫണ്ടമെന്റൽസ് ഉണ്ട്. അതിപ്പം ജാവ ആണെങ്കിലും ജാവാസ്ക്രിപ്റ്റ് ആണെങ്കിലും പൈത്തൺ ആണെങ്കിലും C++ ആണെങ്കിലും ഡാറ്റാസ് സ്റ്റോർ ചെയ്യണം. ആ ഡാറ്റാസ് നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യണം, നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടണം. ആ ഒരു വേലാണ് എല്ലാ ലാംഗ്വേജും പോകുന്നുണ്ടാവുക. അതായത് കമ്പ്യൂട്ടറിനായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, നമ്മുടെ കുറച്ചും കൂടെ എന്ത് ചെയ്യാനാണെങ്കിലും അത് കുറച്ചും കൂടി ഈസി ആക്കണം. ആ ഒരു വേലാണ് എല്ലാ ലാംഗ്വേജും പോകുന്നത്. സോ പൈത്തണും ആ ഒരു വേലായിരിക്കും. ഓക്കെ, പിന്നെ വേറൊരു കാര്യം കൂടെ ഉള്ളത്, ലാംഗ്വേജ് അത്യാവശ്യം എല്ലാവർക്കും കംഫർട്ടബിൾ ആണ്. മീൻസ് ഇംഗ്ലീഷ് എന്താണ് അവസ്ഥ? കുഴപ്പമില്ല. റംസിനാണെങ്കിൽ കുഴപ്പമില്ല. ശരി. സോ മാക്സിമം ആ ഒരു കമ്മ്യൂണിക്കേഷനും കൂടെ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, സോ എന്തെങ്കിലും എൻ്റെത് ഇപ്പം അത്ര ബെറ്റർ എന്നല്ല, ബട്ട് ഒരു ബേസിക് നമ്മുടെ ഒരു ഐഡിയ. ഇപ്പം IT ഫീൽഡ് ആയതുകൊണ്ട് നിങ്ങൾ അത്ര വലിയ ഗ്രാമർ എല്ലാ കാര്യങ്ങളും റെഡി ആയിട്ട് സംസാരിക്കണം എന്നല്ല, ബട്ട്
നമ്മുടെ ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ നമ്മളെ പറ്റി ഒന്ന് പ്രസന്റ് ചെയ്യാൻ പ്രോപ്പറായിട്ട് പറ്റണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. ഓക്കെ, നിങ്ങൾക്ക് എത്ര നോളജ് ഉണ്ട്, നിങ്ങൾ എത്ര ബെസ്റ്റ് സ്കോഡർ ആണെന്നുണ്ടെങ്കിലും ഈ ഒരു കാര്യങ്ങൾ, ഈ ഒരു റൗണ്ട് കൂടെ ഉണ്ടാകും. സോ ഈ കാര്യങ്ങളൊക്കെ ഇനീഷ്യൽ ടൈമിൽ പറയുന്നത് നിങ്ങൾക്ക് എന്തായാലും ഒരു സർട്ടൻ പീരീഡ് ഓഫ് ടൈം ഉണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ, ഇതൊക്കെ പഠിച്ചെടുക്കാൻ. പാരലലി ഈ കാര്യങ്ങൾ ലിങ്ക്ഡിൻ, ലീഡ് കോഡ്, അതുപോലെ തന്നെ ബാക്കി കണക്ഷൻസ് ഒക്കെ ബിൽഡ് ചെയ്യല്, ജോബ് ജസ്റ്റ് ഒന്ന് നോക്കുക, എന്തൊക്കെയാണ് ഇപ്പം വരുന്നത്, എന്തൊക്കെയാണ് ട്രെൻഡ് എന്നുള്ളത്, അതിൻ്റെ കൂടെ പ്രൊജക്റ്റ് കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാം, ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാം. ഓക്കെ, സോ വി വിൽ സ്റ്റാർട്ട് വിത്ത് ബേസിക്കലി വാട്ട് ഈസ് വേരിയബിൾസ്. ഓക്കെ, വേരിയബിൾസ് ഈസ് ജസ്റ്റ് എ പ്ലേസ് ഹോൾഡർ ഫോർ ഡാറ്റാസ്. ഓക്കെ, നമുക്ക് എന്തെങ്കിലും സ്ട്രിങ്, ടെക്നിക്കൽ ടൈമിലേക്ക് പോകുന്നില്ല, ബേസിക്കലി നമ്പേഴ്സ് അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ്, വേർഡ്, നെയിം, ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ആക്ച്വലി വേരിയബിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, ഡിഫറെൻറ്റ് ടൈപ്പ് വരുന്നുണ്ട്, സ്ട്രിങ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ബൂളിയൻ വരുന്നുണ്ട്, ഇൻഡ് വരുന്നുണ്ട്. ഇതൊക്കെ കുറച്ച് ഇംഗ്ലീഷുമായിട്ട് സിമിലർ ആയതുകൊണ്ട് മനസ്സിലാക്കും. ഇൻഡ് എന്ന് പറയുന്ന ഇൻഡിജർ ആണ്. ഇൻഡിജർ എന്ന് പറഞ്ഞാൽ നമ്പേഴ്സിനെ സ്റ്റോർ ചെയ്യാം. ഓക്കെ, ഞാനിതില് ബേസിക്കലി നിങ്ങൾ ഈ ഒരു ഗിറ്റ് കാര്യങ്ങളൊക്കെ റെഡി ആക്കിയില്ലേ? റെപ്പോസിറ്ററി കാര്യങ്ങളൊക്കെ. ഫാത്തിമയ്ക്ക് ഗിറ്റ് അക്കൗണ്ട് ഉണ്ടോ? ഇല്ല. ഫാത്തിമ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തേ, നമുക്ക് അതൊന്ന് പെട്ടെന്ന് പറഞ്ഞിട്ട് പോവാം. സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്തോളൂ. സർ, കഴിഞ്ഞ ക്ലാസ്സിന്റെ റെക്കോർഡഡ് വീഡിയോസ് ഉണ്ടെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. അനന്ത് സാറിന്റെ അടുത്ത് ഉണ്ടോ? എന്തായാലും അത് ഷെയർ ചെയ്യാം. ജസ്റ്റ് ഫാത്തിമ ജസ്റ്റ് ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്തോളൂ. അതേപോലെ ഞാൻ പാരലായിട്ട് ഞാൻ ഏതെങ്കിലും എൻ്റെ ഒരു ഗിറ്റ് അക്കൗണ്ട് ഉണ്ടോ നോക്കട്ടെ. ഞാനൊരു റെപ്പോസിറ്ററി ഉണ്ടാക്കാം. നമുക്ക് എന്നിട്ട് കോമൺ ആയിട്ട് ഒരു പ്രൊജക്റ്റ് പോലെ അവിടെ ചെയ്തിട്ട് അതിലേക്ക് പുഷ് ചെയ്യാം എല്ലാ കാര്യം. എല്ലാവരും ഒരു ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്താൽ മതി. ഓക്കെ ഓക്കെ, ഇതില് ഗിറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യൂ. ഗിറ്റ് ഹബ് എന്ന് സെർച്ച് ചെയ്യൂ. അടുത്ത ടാബ് തുറന്നോളൂ. മിറർ സ്ക്രീനിങ് ആണ്. അടുത്ത ടാബ് തുറന്നോളൂ. ഇപ്പൊ ക്ലിയർ ആയിട്ടുണ്ട്. ഓക്കെ, ഗിറ്റ് ഹബ് എന്ന് സെർച്ച് ചെയ്യൂ. യെസ്, ലോഗിൻ സൈനപ്പ് ക്ലിക്ക് ചെയ്തോളൂ. എന്നിട്ട് അതിൽ ഗൂഗിൾ അക്കൗണ്ട് വെച്ചിട്ട് ജസ്റ്റ് അത് ഓപ്പൺ ചെയ്യും. ഞാൻ ഒരു പാരലലി ഞാൻ ഗിറ്റബിൽ നിങ്ങൾക്ക് ഏതെങ്കിലും കോമൺ റെപ്പോസിറ്ററി ഉണ്ടോ? ഇല്ല. ഓക്കെ, നമുക്കൊരു കോമൺ റെപ്പോസിറ്ററി ഉണ്ടാക്കിയിട്ട് എൻ്റെ ഏതെങ്കിലും അക്കൗണ്ട് ഉണ്ടോ നോക്കട്ടെ. അതിൽ സൈനപ്പ് ചെയ്തോളൂ. റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്യാം. യൂസർ നെയിം എന്തെങ്കിലും ഒരു പേര് കൊടുത്തോളൂ, ഒന്നും പ്രശ്നമില്ല. ഫാത്തിമയുടെ സെക്കൻഡ് നെയിമോ എന്തെങ്കിലും കൂടെ കൊടുത്തോളൂ. അത് യുണീക്ക് ആവണം. സ്പേസ് കൊടുക്കുക. അണ്ടർസ്കോർ എന്തെങ്കിലും കൊടുക്കും. ഫാത്തിമ അണ്ടർസ്കോർ ഷാനവാസ് എന്ന് കൊടുക്കും. ഇല്ല, ഷാനവാസ് ഇല്ല. നമ്പർ ആഡ് ചെയ്തോളൂ. എന്നാല് ഫാത്തിമ അത് കഴിഞ്ഞ് ഓക്കെ 1 2 അണ്ടർസ്കോർ റിമൂവ് ചെയ്യൂ. സ്പേസ് ഇല്ലാതെ നേരെ കൊടുക്കൂ. ഓക്കെ, ഷാനവാസ് മതി. ഫാത്തിമ എച്ച് ഷാനവാസ്. ഓക്കെ, ശരി.
നെറ്റ്വർക്ക് ഇച്ചിരി സ്ലോ ആണ്. ശരി, ഞാൻ കുഴപ്പമില്ല. ഞാൻ ആ ഒരു ടൈമിൽ ഞാനൊരു ഗിറ്റ് അക്കൗണ്ട് കൂടെ ഒരു ഇത് കൂടെ ഉണ്ടാക്കാം. ഒരു ടൈമിൽ ക്രിയേറ്റ് അക്കൗണ്ട് ആണോ വെക്കേണ്ടത്? യെസ്, ക്രിയേറ്റ് അക്കൗണ്ട്. അതായോ? ക്രിയേറ്റ് അക്കൗണ്ട് ക്ലിക്ക് ആവുന്നില്ല. വന്നു. ലോഗിൻ ചെയ്തോളൂ. ക്രിയേറ്റ് ആണോ വരുന്നത്? ഓക്കെ, ക്രിയേറ്റ് പാസ്വേഡ്. ശരി, എന്താ സർ? സോൾവ് ദ പസിൽ, വെരിഫൈ യുവർ അക്കൗണ്ട്. ഓഡിയോ വേറെ ഒന്നുമില്ല. എനിക്കൊന്ന് ലോഡ് ആവാഞ്ഞിട്ടാണ്. എന്താ ഒരു പസിലാണത്. ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കൂ. അത് നെറ്റ് സ്ലോ ആയതുകൊണ്ടായിരിക്കും. അല്ലെങ്കിൽ ആ ഓഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കൂ. Which option is the sound of cats? Number, then process and return. വിഷ്വല് ക്ലിക്ക് ചെയ്തോളൂ. പ്രൊട്ടക്ട് യുവർ അക്കൗണ്ട്. വിഷ്വൽസിൻ്റെ ഒന്നും വരുന്നില്ല. നെറ്റിന്റെ ഇഷ്യൂ ആയിരിക്കും. ഓഡിയോ എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ? ഓഡിയോ പ്ലേ ചെയ്തിട്ട് എന്തൊക്കെയോ കേൾക്കുന്നു. വെള്ളത്തിന്റെ സൗണ്ട് എന്തോ കേൾക്കുന്നുണ്ടായിരുന്നു. അതില് ഏതാണ് കാറ്റിന്റെ സൗണ്ട് നോക്കിയിട്ട്. ഓക്കെ. Okay, so ആ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തു പോയിക്കോളൂ. സ്റ്റുഡന്റ് ആണ് കൊടുക്കേണ്ടത്. കൊടുത്തു. ശരി. സോ ഞാൻ ചാറ്റ് ബോക്സിൽ നിങ്ങൾ രണ്ടുപേരും ഗിറ്റ് ക്ലിയർ ചെയ്തല്ലേ? മീൻസ് ഡീറ്റെയിൽസ് ഒക്കെ അറിയാലോ അല്ലേ? ഇതിലെന്താ ചെയ്യേണ്ടത് സർ? സ്റ്റാർട്ട് എ ന്യൂ പ്രൊജക്ട്. ഫ്രീ. ഓക്കെ, സ്ക്രോൾ ഡൗൺ ചെയ്തിട്ട് അജയ് ആൻഡ് റംസിൻ, ഞാൻ ഒരു
ഗിറ്റബ് റെപ്പോസിറ്ററി ഷെയർ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ അത് ക്ലോൺ ചെയ്തെടുക്കും. എന്നിട്ട് നിങ്ങളുടെ ഒരു ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് അതൊന്നും എനിക്ക് കാണിച്ചു തരാം. ഇതിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? കണ്ടിന്യൂ ഫോർ ഫ്രീ. ഓക്കെ, ദിസ് ഇസ് ഫൈൻ. ഓക്കെ, സോ ഫാത്തിമ വീഡിയോസ് ഷെയർ ചെയ്യും. സോ അത് കണ്ട ഒരു ഓവറോൾ ഐഡിയ കിട്ടുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ക്ലിയർ ചെയ്യാം. വീഡിയോസ് കാണാം. ഗിറ്റബ് ബേസിക്കലി നമ്മുടെ പ്രൊജക്ട്സ് ഒക്കെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഒരുപാട് യൂസേജ് ഉണ്ട്. ഏറ്റവും ബേസിക് യൂസേജ് എന്ന് പറയുന്നത് ആസ് എ ടീം വി വിൽ വർക്ക് ഇൻ ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് എ പ്രൊജക്ട്. ഇപ്പോൾ നമ്മളൊരു ഇതിലുണ്ടെങ്കിൽ ബാക്ക് എൻഡ് ഉണ്ടാവും, ഫ്രണ്ട് എൻഡ് ഉണ്ടാകും. ഓക്കെ, ചിലപ്പം ഡിസൈൻ ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് ആണെങ്കിൽ അത് ഡിസൈൻ ചെയ്യുന്നത് ഒരാളായിരിക്കും, അതിൻ്റെ വർക്കിംഗ് കോഡ്സ് കാര്യങ്ങൾ ചെയ്യുന്ന വേറൊരാളായിരിക്കും. സോ ഇവർക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആക്ച്വലി എന്ത് ചെയ്യുന്നത്, ഈ ഗിറ്റബ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ യൂസ് ചെയ്യുന്ന എൻ്റെ സ്ക്രീൻ എന്തോ സെക്കൻഡ്. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സോ ഒരാൾക്ക് അത് മാനേജ് ചെയ്യാം. ആസ് അഡ്മിൻ ഒരാൾ ഉണ്ടെങ്കിൽ അവർക്കായിരിക്കും ഇതിൻ്റെ ഒരു മെയിൻ. ഇപ്പോൾ ഒരു സിംഗിൾ ബ്രാഞ്ച് ഉണ്ട് എന്ന് വിചാരിക്കുക. എനിക്കൊന്ന് ഞാൻ എൻ്റെ ഒരു ഡ്രോയിങ് ഷീറ്റ് എടുത്തേക്കട്ടെ. ജസ്റ്റ് ഒന്ന് ഒരു 1 സെക്കൻഡ് വെയിറ്റ് ചെയ്യൂ. അജയ് VS കോഡ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടോ ഫാത്തിമ? VS കോഡ് എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ടോ ലാപ്പില്? ഇല്ല. അജയ് ഒന്ന് VS കോഡ് ഡൗൺലോഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യോ? അജയ് ഓർ റംസിൻ ലീവ് ചെയ്തോ? എന്താ നെറ്റ്വർക്ക് ഇഷ്യൂസ് ഉണ്ടാവും തോന്നുന്നു. ഓക്കെ, ഫാത്തിമ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ. ഞാൻ ജസ്റ്റ് ഒന്ന് എടുക്കട്ടെ. ഓക്കെ, ജസ്റ്റ് ഒന്ന് VS കോഡ് ഒന്ന് ഗൂഗിൾ ചെയ്താണ്. ഡൗൺലോഡ് എടുത്തത്. കുഴപ്പമില്ല, അത് പോയാലും കുഴപ്പമില്ല. വിൻഡോസ് ഏതാന്ന് വെച്ചാ നോക്കിയിട്ട് എടുത്തോ. വിൻഡോസ് അല്ലേ സിസ്റ്റം? ഡയറക്റ്റ് ഡൗൺലോഡ്. ഹലോ, ആ ഡയറക്റ്റ് ഡൗൺലോഡ് ലിങ്കിൽ ക്ലിക്ക് ചെയ്തോ. ഡൗൺലോഡ് ചെയ്തല്ലോ. പിന്നെ ജസ്റ്റ് അത് വരുന്നതെല്ലാം ടിക്ക് കൊടുത്തിട്ട് അക്സെപ്റ്റ് ചെയ്ത് വിട്ടാൽ മതി. എഗ്രി ടേംസ് ചെയ്തിട്ട്. നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരുന്നു. ശരി. സോ റംസിൻ, ഓക്കെ, നോ പ്രോബ്ലം റംസിന് ഞാൻ ആക്ച്വലി ഷെയർ ചെയ്ത ഗിറ്റബിന്റെ ലിങ്ക് കിട്ടിയോ? ഗിറ്റബ് റെപ്പോസിറ്ററിന്റെ ലിങ്ക് പോയി എന്റെ. ഓക്കെ, ഞാൻ ഷെയർ ചെയ്തുതരാം. ഫാത്തിമ അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞു. ജസ്റ്റ് ക്ലിക്ക് ചെയ്തോ അതില്, ആ ഫയലില്, ഡൗൺലോഡ് ചെയ്ത ഫയലിൽ. നമ്മുടെ ആ ടോപ്പിലൊരു ഡൗൺലോഡ് ബട്ടൺ ഇല്ലേ? ഡൗൺലോഡിന്റെ ഒരു ഐക്കൺ കാണുന്നില്ലേ? ഇത് ഡൗൺലോഡ് ആയിരുന്നു. അതില് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യൂ. ആ ഫയലില് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് അത് റൺ ചെയ്യും. ഏതിലാണ് മനസ്സിലായില്ല. ആ ഒരു ഫയല് ഡൗൺലോഡ് ആയതില്ലേ? അത് ക്ലിക്ക് ചെയ്തു. നെക്സ്റ്റ് അടിച്ചെല്ലാം കഴിഞ്ഞു, ഫിനിഷ് ചെയ്തു. കഴിഞ്ഞോ? ഓക്കെ, എനിക്ക് ഒന്ന് ആ സ്ക്രീന് സ്റ്റക്ക് ആയതാണ്. സ്ക്രീൻ സ്റ്റക്ക് ആയതുകൊണ്ടാണ്. ശരി, ഒന്ന് സ്ക്രീന് റീഷെയർ ചെയ്യോ? എനിക്കൊന്ന് ക്ലിയർ ആയി തോന്നുന്നു. ശരി. സോ ആ സെർച്ച് ബാറിൽ പോയിട്ട് ഒന്ന് സെർച്ച് ചെയ്യൂ. വിൻഡോസിന്റെ സെർച്ച് ബാറിൽ പോയിട്ട് VS കോഡ് അവിടെ ഉണ്ടോന്ന്, VS കോഡ് ഒന്ന് സെർച്ച് ചെയ്യൂ. ഇതിനുള്ളിലാണ് ഇത് ഡൗൺലോഡ് ഓപ്ഷൻ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അല്ല, ഡൗൺലോഡ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു. ഇതില് എന്താന്ന് അറിയോ, ഫാത്തിമ ആക്ച്വലി ഷെയർ ചെയ്തത് ആ ഒരു ഇത് മാത്രമാണ്. എൻ്റെ ഷെയർ ചെയ്യണമായിരുന്നു.
ഞാനൊന്ന് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ആ ഷെയറിൽ പോയിട്ട് അതൊന്ന് ക്ലോസ് ചെയ്യും. എന്നിട്ട് ഇനി ഷെയറിൽ ക്ലിക്ക് ചെയ്യുക. ഷെയറിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് റൈറ്റ് സൈഡിൽ എൻ്റയർ സ്ക്രീൻ ഉണ്ടാകും. എന്നിട്ട് അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഷെയർ കൊടുക്കുക. സോ ഇനി ഓക്കെ. സോ VS കോഡ് ആ സെർച്ച് ബോട്ടത്തിൽ സെർച്ച് ബാർ ഇല്ല, അതാ VS കോഡ് അതാ താഴത്ത് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ആ ക്രോമിന്റെ റൈറ്റ് സൈഡിൽ ബോട്ടം ബാർ നോക്കൂ. യെസ്, ഓക്കെ. അത് മിനിമൈസ് ചെയ്തോളൂ. ഓക്കെ ശരി. ഇതിൽ എന്താ ബ്രൗസ് കളർ തീംസ് ഏതെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്യുക, നെക്സ്റ്റ് അടിച്ചു പോവാം. പിന്നീട് ബ്രൗൺ ഡാർക്കോ ഏതെങ്കിലും. ഓക്കെ, ഒന്ന് സ്ക്രോൾ ഡൗൺ ചെയ്യൂ. അല്ലെങ്കിൽ അത് ക്ലോസ് ചെയ്താൽ മതി. ആ ടോപ്പിൽ ആ വെൽക്കത്തിന്റെ നിയർ ബൈ ആയിട്ട് ഒരു ക്ലോസ് ബട്ടൺ അതാ, ടോപ്പ് ലെഫ്റ്റ് ക്ലോസ്. യെസ്. ഇനി ലെഫ്റ്റ് സൈഡിൽ ഒരു ന്യൂ ഫയൽസിന്റെ യെസ് ഫസ്റ്റത്തത്. ഓക്കെ, ഓപ്പൺ എ ഫോൾഡർ. സോ ബേസിക്കലി നമ്മുടെ സിസ്റ്റത്തിലുള്ള ഏതെങ്കിലും ഫോൾഡേഴ്സിലായിരിക്കും നമ്മൾ കോഡൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. ഒരു പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യോടെ ഇതിനകത്ത് ചെയ്താൽ മതി. ഒരു പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തോളൂ. എന്തെങ്കിലും ഒരു നെയിം കൊടുക്കും, റെപ്പോസിറ്ററി അല്ലെങ്കിൽ കോഡിങ്. യെസ്, കോഡ്. ഫൈൻ. സെലക്ട് ഫോൾഡർ കൊടുക്കും. സെലക്ട് ഫോൾഡർ. ഓക്കെ ഫൈൻ. സോ ഐ ട്രസ്റ്റ് ക്ലിക്ക് ചെയ്യുക. യെസ്, ഐ ട്രസ്റ്റ് ഓതേഴ്സ്. ഓക്കെ. സോ ആ ഒരു കോഡിന്റെ അവിടെ പോയി കഴിഞ്ഞാൽ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു ലിങ്ക് ഷെയർ ചെയ്തില്ലേ ഇതിന്റെ മുന്നേ, ഇതിലിപ്പം ഫാത്തിമ ഞാൻ പറയുന്നത് ഫോളോ ചെയ്യുക. വീഡിയോസ് കാണുമ്പം ഓരോ സെക്ഷൻസ് എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതില് കോഡിന്റെ അവിടെ കൺട്രോൾ ഈ ടിൽഡ എന്ന് പറയുന്ന സിമ്പിൾ അറിയോ? അതായത് നമ്മുടെ എസ്കേപ്പ് കീയുടെ തൊട്ട് താഴെ ഒരു സിംബോൾ ഉണ്ട്, ഞാനിപ്പോ അയച്ചത്. ഓക്കെ. സോ കൺട്രോൾ പ്ലസ് ആ ഒരു ടിൽഡ എന്ന് പറയുന്ന ആ സിമ്പിൾ ഒന്ന് ക്ലിക്ക് ചെയ്യൂ. ഓപ്പൺ ആയി വരുന്നുണ്ടോ? ചെയ്തിട്ടുണ്ട്. ഞാൻ അതിന് പകരം ടെർമിനലിൻ്റെത് വരുന്നത്, ടെർമിനലിന്റെ എവിടാണ് വരുന്നത്? ഗോ. നിങ്ങൾ അജയ് പറയൂ, നിങ്ങൾ പഠിച്ചവരല്ലേ, ഇവിടെ ടെർമിനലിന്റെ എവിടെ കൊടുക്കണ്ട? ഓക്കെ, ആ ലാസ്റ്റ് ടെർമിനൽ അതാ അവിടെ ടോപ്പില്, റണ്ണിന്റെ തൊട്ടടുത്ത് ടോപ്പില് ഫയല്, എഡിറ്റ്, സെലക്ഷൻ, ടെർമിനൽ, ന്യൂ ടെർമിനൽ ക്ലിക്ക് ചെയ്യും. ഓക്കെ. സോ ബേസിക്കലി ഇതാണ് ടെർമിനല്. ഇവിടെയാണ് നമ്മൾ, സോ ബേസിക്കലി പണ്ടത്തെ കമ്പ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ ആ ഒരു ഇനീഷ്യൽ ടൈമില് കമ്പ്യൂട്ടേഴ്സിനൊന്നും ഇത്ര UI ഫീച്ചേഴ്സ് ഇല്ലാത്ത സമയത്ത് ഒരു ടെർമിനൽ മാത്രമാണ് ഉണ്ടായിരിക്കുക. ഓക്കെ. സോ ആ ഒരു ടെർമിനലിൽ നിന്നാണ് എല്ലാ കമാൻഡ്സും എക്സിക്യൂട്ട് ചെയ്യുക. എനിക്ക് കാൽക്കുലേഷൻ ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഫയൽസ് ഓപ്പൺ ചെയ്യണം, റീഡ് ചെയ്യണം, എനിക്ക് എഡിറ്റ് ചെയ്യണം, ഇതെല്ലാം ടെർമിനലിലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. സോ പിന്നീടാണ് ആക്ച്വലി ഈ ഒരു UI ഡെവലപ്മെന്റ് കാര്യങ്ങളൊക്കെ ഒന്ന് കുറച്ചും കൂടി ഈസി ആയിട്ട്. സോ ഡെവലപ്പിംഗ് കാര്യത്തിൽ നമുക്ക് ഇപ്പോഴും ടെർമിനൽസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ താഴത്ത് കാണിക്കുന്ന PS, അതായത് C എന്ന് പറയുന്ന നിങ്ങളുടെ ഡ്രൈവില് യൂസേഴ്സ്, ഫാത്തി, അത് കഴിഞ്ഞിട്ട് ഈ കോഡ് എന്ന് പറയുന്ന ഫോൾഡറിലാണ് നമ്മളിപ്പോൾ ഓപ്പൺ ആയിരിക്കുന്നത്. കുറച്ച് ലിനക്സ് കമാൻഡ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ്, ഇപ്പം PWD എന്ന് അടിക്കും. PWD അജയ് എന്താ, അല്ലെങ്കിൽ റംസിൻ എന്താ PWD? എന്താ? കറണ്ട് വർക്കിംഗ് ഡയറക്ടറി. എൻ്റർ അടിച്ചോളൂ. സോ ആ ഒരു പാത്ത് കാണിക്കും, അതായത് നിങ്ങളിപ്പോൾ ഏത് പാത്തിലാണ് നിൽക്കുന്നത്. അതായത് സിയില്, യൂസേഴ്സിൽ, ഫാത്തി, കോഡ് എന്ന് പറയുന്ന ഫോൾഡറിലാണ് നിൽക്കുന്നത്. ഓക്കെ. LS എന്ന് പറയുന്നത് എന്താ? റംസിൻ, LS എന്താ? ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതെ, അപ്പൊ അതിലെന്താണോ ഉള്ളത് അതാ ലിസ്റ്റ് ചെയ്യും. ഇപ്പൊ LS എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല, കാരണം നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല. ഇനി ഗിറ്റ് കൂടെ ഒന്ന് ഗിറ്റ് എന്ന് അടിക്കും. ഗിറ്റ് GIT എന്ന് അടിച്ചിട്ട് എൻ്റർ ചെയ്യും.
ഗിറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല അല്ലെ? നിങ്ങളെല്ലാവരും ഗിറ്റ് ഇൻസ്റ്റാൾ ചെയ്താണ് അല്ലേ അജയ്? അതെ. ഓക്കെ, ഒന്ന് ജസ്റ്റ് ഗിറ്റും കൂടെ പോയിട്ട് ഇൻസ്റ്റാൾ ചെയ്യൂ. ഗിറ്റ് എന്ന് പറയുന്നത് ഗിറ്റ് ആക്ച്വലി ഇപ്പം ഗിറ്റിൽ നമ്മളിപ്പം ഫാത്തിമ ഒരു ക്രിയേറ്റ് ചെയ്തല്ലോ അക്കൗണ്ട്. ഓക്കെ, അത് നമ്മൾ ഈ ഒരു സിസ്റ്റത്തിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കുന്നതാണ് ഗിറ്റ് എന്ന് പറയുന്നത്. ഒരു ടൂളാണ്. അതും കൂടെ ജസ്റ്റ് ഗൂഗിളിൽ ഗിറ്റ് എന്നൊന്ന് സെർച്ച് ചെയ്യൂ. റംസിൻ, അജയ് രണ്ടുപേരും ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്തോ? സാർ എന്തെങ്കിലും നെയിമിംഗ് കൺവെൻഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നിങ്ങളുടെ പേര് കൊടുത്താൽ മതി. എങ്ങനെയാ നെയിമിംഗ് കൺവെൻഷൻ എന്താ പറഞ്ഞു തന്നെ? എല്ലാം സ്മോൾ ലെറ്റർ ഇതാരാ സാറെന്ന് വിളിക്കുന്ന ആരാ? സാറിന് മുഫിൽ എന്ന് വിളിച്ചാൽ മതി. ഓക്കെ, ശരി. എല്ലാം സ്മോൾ ലെറ്റർ ആയിരിക്കണം എന്ന് മാത്രമേ പറഞ്ഞു. ഒന്നുകിൽ സ്നേക്ക് കേസിങ്, അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ക്യാപിറ്റൽ ഇതും കൂടെ സ്പേസ് ഇടാതെ സ്പേസ് വരേണ്ട സ്ഥലത്ത് അത് ക്യാപിറ്റൽ ആക്കാം. ഓക്കെ, ഇപ്പൊ അജയ് ജോയിൻ ആണെങ്കിൽ AJ ആയി കഴിഞ്ഞിട്ട് J ക്യാപിറ്റലിൽ വന്നിട്ട്. ഓക്കെ, ഫാത്തിമ ഡൗൺലോഡ് ചെയ്തോളൂ. എനിക്ക് ബ്രാഞ്ച് വന്നിട്ടില്ല കേട്ടോ, രണ്ടാളത് വന്നിട്ടില്ല. അപ്പൊ അതിന് VS കോഡ് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു എഡിറ്റർ മാത്രമാണ്. ഓക്കെ, നിങ്ങൾക്ക് പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എങ്കിൽ ഇപ്പൊ സിസ്റ്റത്തിൽ ഉണ്ട്, അല്ലെങ്കിൽ ജാവയ്ക്കാണെങ്കിൽ ജാവയുടേതായിട്ടുള്ള കുറച്ച് ഇൻസ്റ്റാളേഴ്സ് ഉണ്ട്, അതൊക്കെ നമ്മുടെ സിസ്റ്റത്തിൽ അവൈലബിൾ ആണ് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് TXT ഫയൽസ് ഉണ്ടല്ലോ നമ്മൾ നോട്ട് പാഡിൽ സേവ് ചെയ്യുന്നത്. ഇപ്പം വിൻഡോസിലാണെങ്കിൽ നോട്ട് പാഡ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നോർമൽ ടെക്സ്റ്റ് സേവ് ചെയ്യല്ലോ, ഈ സെയിം വേയില് നമ്മൾ എക്സ്റ്റൻഷൻ മാറ്റിയിട്ട് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ആ കോഡ് നമ്മുടെ സിസ്റ്റത്തിൽ റൺ ആവും. ഓക്കെ, ബട്ട് നമുക്ക് ഇതിന്റെ അലൈൻമെന്റ് ക്ലിയർ ചെയ്യണം. ഇപ്പം പൈത്തൺ ആണെങ്കിൽ ഇൻഡന്റേഷൻ എന്ന് പറയുന്നുണ്ട്, അതായത് ഒരു ലൈൻ കഴിഞ്ഞാൽ അടുത്ത ലൈനിൽ ഇത്ര സ്പേസ് വിട്ടിട്ട് എഴുതാൻ പാടുള്ളൂ. ആ ഒരു അലൈൻമെന്റ് തെറ്റിയാൽ പോലും വർക്ക് ആവില്ല, അത് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്തോളൂ. ഓക്കെ, ആ ഒരു അലൈൻമെന്റ് തെറ്റിയാൽ പോലും വർക്ക് ആവില്ല. സോ ദാറ്റ് നമ്മൾ കുറച്ചും കൂടെ നമുക്ക് ഈസി ആക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടൂള് മാത്രമാണ് VS കോഡ്. ഓക്കെ, ഒരുപാട് ഇന്റലിജി അങ്ങനെ കുറെ IDE എന്ന് പറയും. ഓക്കെ, ഞാൻ അത് യൂസ് ചെയ്തിട്ടുണ്ട്. ഇന്റലിജി യൂസ് ചെയ്തിട്ടുണ്ട്. എന്താവശ്യത്തിനാ? അത് ഞാൻ C പ്രോഗ്രാം പഠിക്കണം. അതിന് വേണ്ടി ജസ്റ്റ്. ശരി ശരി, കുറച്ചും കൂടെ അങ്ങനെ VS കോഡ് തന്നെ യൂസ് ചെയ്യണമെന്നില്ല, ഫെമിലിയർ ആണെങ്കിൽ അത് യൂസ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് എൻവയോൺമെന്റ് എന്നുള്ള മാത്രം IDE ആണ്. ഓക്കെ, യെസ്. ഇതിപ്പോ ഓൾറെഡി അക്കൗണ്ട് എടുത്തിട്ടുണ്ടല്ലോ, ഉണ്ട്. സൈൻ ഇൻ ചെയ്യാം. ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പറയണം. റംസിൻ ക്രിയേറ്റ് ചെയ്തോ? അജയ് ക്രിയേറ്റ് ചെയ്തു. ഇനി അത് പബ്ലിഷ് ചെയ്യണോ? പബ്ലിഷ് ചെയ്തോ. ഇത് ഓതന്റിക്കേറ്റ് ഡെസ്ക്ടോപ്പ് കൊടുത്തു. ഓതറൈസ് ക്ലിക്ക് ചെയ്തോ. സാർ പബ്ലിഷ് ചെയ്യുമ്പോൾ ഒരു ഇത് വരുന്നു, യു ഡോണ്ട് ഹാവ് റൈറ്റ് പെർമിഷൻ ടു ദ റൈറ്റ് ആക്സസ് ടു. ഓക്കെ, ഞാൻ നിങ്ങളെ ആഡ് ചെയ്യണം അല്ലെ? നിങ്ങളുടെ രണ്ടുപേരുടെയും മെയിൽ ID എനിക്ക് അയക്കും, അല്ലെങ്കിൽ ഗിറ്റബിന്റെ എനിക്ക് അയക്കും. ഇങ്ങനെയുള്ള ടൈമിൽ എന്താ ചെയ്യാ അജയ്? ആക്ച്വലി
പാടാൻ സോ ഇൻ സിമിലർ സിറ്റുവേഷൻ എന്താ ചെയ്യുക? ഇപ്പോൾ ഒരു എൻ്റെ പബ്ലിക് ആണ് ബട്ട് റൈറ്റ് പെർമിഷൻ ഇല്ല, നമുക്ക് അത് ആക്സസ് ചെയ്യണം, അതിൽ എഡിറ്റ് ചെയ്യണം, എന്താ ചെയ്യാം? കൊളാബറേറ്റേഴ്സിനായിട്ട് എന്നെയും ഫ്രണ്ട്സിനെ ആഡ് ചെയ്യും. അല്ല അതല്ല. ആക്ച്വലി ഇപ്പം റൈറ്റ് നൗ ഇറ്റ് ഈസ് എ ബ്ലാങ്ക് റെപ്പോസിറ്ററി, റൈറ്റ്? സോ ഞാൻ കോഡ് എഴുതി വെച്ച ഒരു റെപ്പോസിറ്ററി ആണ്. അജയ്ക്ക് ഇപ്പൊ അത് യൂസ് ചെയ്യണം പ്രൊജക്റ്റില്. സോ സിമിലർ കണ്ടീഷനിൽ എന്താണ് ഇപ്പൊ അജയ്ക്ക് റൈറ്റ് പെർമിഷൻ ആരും തരില്ല. ഇപ്പൊ ഞാൻ അറിയുന്നത് കൊണ്ട് ഓക്കെ ഞാൻ റൈറ്റ് പെർമിഷൻ തരും, ബട്ട് ആക്ച്വലി റൈറ്റ് പെർമിഷൻ വേറെ ആരും തരില്ല, കാരണം അവരുടെ കോഡിൽ ചേഞ്ച് വരുത്താൻ അജയിന് അവർ അലോ ചെയ്യില്ല. സോ സിമിലർ കണ്ടീഷനിൽ എന്താ ചെയ്യുക അജയ്? ഫോർക്ക് കേട്ടിട്ടുണ്ടോ? ഗിറ്റബ് ഫോർക്കിംഗ് കേട്ടിട്ടുണ്ടോ റംസിൻ? ഈ ഡയലോഗ് ബോക്സിൽ അതായിരുന്നു ഫോർക്ക് റെപ്പോസിറ്ററി. എന്താണ്? അല്ല, ഈ പെർമിഷൻ ചോദിച്ചുള്ള ഒരു ഡയലോഗ് ബോക്സ് അപ്പിയർ ചെയ്തായിരുന്നു. അപ്പൊ അതിനകത്ത് ഫോർക്ക് റെപ്പോസിറ്ററി എന്ന് പറഞ്ഞാ വന്നത്. ഓക്കെ ശരി. എന്താ ഈ ഫോർക്കിംഗ്? എന്താ ഫോർക്ക് റെപ്പോസിറ്ററി എന്ന് പറഞ്ഞാ? ഫേസ്ബുക്കിൽ എന്തോ ഫോർക്ക് ചെയ്യാന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഓക്കെ. റംസിന്റെ ഐഡിയ ഉണ്ടോ എന്താ ഫോർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ഇനി എങ്ങനെ പഠിക്കേണ്ടതെന്ന് പറഞ്ഞുതരാം. ചാറ്റ് GPT എടുക്കുക, ജെമിനി എടുക്കുക, എന്താ ഫോർക്കിംഗ് കണ്ടുപിടിച്ചിട്ട് അത് പറഞ്ഞു തന്നെ. Fatima, what do I do next? It is fine. You can close right now. So go to your VS Code. I think you have already downloaded, right? So go to your VS Code and type the command git again. Let's see what is coming over there. Ramzin, audio on ആക്കും. എനിക്ക് റംസിൻ പറയുന്നൊന്നും കേൾക്കുന്നില്ല. വന്നിട്ടുണ്ട്. ഗിറ്റ് ഡൗൺലോഡ് ആയിട്ടില്ലേ? ഓക്കെ. വിൻഡോസിലെ സെർച്ചിൽ പോയിട്ട് ഗിറ്റിന് സെർച്ച് ചെയ്യും. വിൻഡോസിലെ സെർച്ച് ബാറിൽ പോയിട്ട് ഗിറ്റിനൊന്ന് സെർച്ച് ചെയ്യും. ഗിറ്റ് ഹബ് അല്ല, ഗിറ്റ് ഡൗൺലോഡ് ആയിട്ടില്ലല്ലോ. ഗിറ്റപ്പ് അല്ലേ ഡൗൺലോഡ് ചെയ്യണ്ടേ? ഗിറ്റ് ഹബ് അല്ല, ഗിറ്റ് ആണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്. ഗിറ്റ് ഹബ് ഡെസ്ക്ടോപ്പ് ആണോ ഡൗൺലോഡ് ചെയ്തത്? ഗിറ്റ് ഹബ് അല്ല, ഗിറ്റ് ആണ്, ജസ്റ്റ് ഗിറ്റ് ഡൗൺലോഡ്. ഓക്കെ, അജയ് പറയൂ. ഫോർക്കിംഗ് കിട്ടി. എന്താണ്? റെപ്പോസിറ്ററിയുടെ ഒരു കോപ്പി എടുക്കും, എന്നിട്ട് നമ്മുടെ ലോക്കൽ മെഷീനിൽ വെക്കും, നമ്മൾ ചേഞ്ചസ് വരുത്തും. അപ്പൊ ഒറിജിനൽ ഇതിൽ അഫക്ട് ചെയ്യില്ല. പിന്നെ അതിനുശേഷം നമ്മള് പുഷ് ചെയ്തിട്ട് ഫുൾ റിക്വസ്റ്റ് കൊടുക്കും. അപ്പൊ അവർക്ക് വേണമെങ്കിൽ they will accept it. Okay, so അതാണ് നോർമലി ഇപ്പം നമ്മൾ കൊളാബ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ആക്ച്വലി ചെയ്യുന്ന അതായിരിക്കും. ഓക്കെ, ഫാത്തിമ ഇതിലൊരു 64 ബിറ്റിന്റെ ഡൗൺലോഡ് ചെയ്തോളൂ. റംസിൻ അവിടെ ഉണ്ടോ? റംസിന് ചെയ്തോ? എന്താണ് ഫോർക്ക് ചെയ്തോ? ഫോർക്ക് ചെയ്തോ? ഫോർക്ക് ചെയ്തിട്ടുണ്ട്. ലെറ്റ് മീ സീ. ഫോർക്ക് ചെയ്തിട്ടുണ്ട് എങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് അതില് റംസിന്റെ അല്ലെങ്കിൽ അജയ് ഫോർക്ക് ചെയ്താൽ മതി. ഓക്കെ, ഞാൻ ആക്സസ് തരുന്നില്ല. One second guys. ഞാൻ ഓഡിബിൾ ആണോ? സോറി ഗൈസ്, എന്റെ നെറ്റ്വർക്ക് അല്ല, ഇവിടെ ഇലക്ട്രിസിറ്റി പോയി, അപ്പൊ വൈഫൈ കട്ടായതാ. ഇവിടെയും കറണ്ട് ഇല്ല. ഓക്കെ ശരി, എന്തായാലും നല്ല കാര്യം. ഓക്കെ.
ഇതിലെന്താ കൊടുക്കേണ്ടത്? ഇത് just ഈ VS കോഡ് തന്നെയാണോ ഓൾവേസ് കൊടുക്കേണ്ടത്? ഓൾവേസ് കൊടുക്കണം, ജസ്റ്റ് കൊടുക്കണം. ഇതെന്താ ഡോട്ട് HTML ഫയൽ? ക്ലിയർ ആയോ? ഓപ്പൺ ചെയ്ത റിലീസ് നോട്ട്സ്. ഇതെന്താ ഇത്? ഇത് ജസ്റ്റ് റിലീസ് നോട്ടാണ്, അത് ഇഷ്യൂ ഇല്ല. ഓക്കെ, ഗിറ്റ് ഒന്ന് സെർച്ച് ചെയ്ത് Again ഇത് തന്നെ കാണിക്കുന്നത്. ഓക്കെ, സെർച്ച് ബാറിൽ പോയിട്ട് ഗിറ്റ് ഒന്ന് സെർച്ച് ചെയ്ത്, സെർച്ച് ബാറിൽ വിൻഡോസിന്റെ സെർച്ച് ബാറിൽ ഓപ്പൺ ചെയ്ത് റൺ ആസ് അഡ്മിനിസ്ട്രേറ്റർ കൊടുത്ത് ഗിറ്റ് ഒന്ന് സെർച്ച് ചെയ്യാം. ഗിറ്റ് ബാഷില് റൺ ആസ് അഡ്മിനിസ്ട്രേറ്റർ എന്ന് കൊടുക്കുക. ഓക്കെ, ഇവിടുന്ന് ഗിറ്റ് ഒന്ന് സെർച്ച് ചെയ്ത. ഓക്കെ, ഫൈൻ. സോ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ VS കോഡ് ക്ലോസ് ചെയ്തിട്ട് ഒന്ന് ഓപ്പൺ ചെയ്താൽ മതി. അല്ലെങ്കിൽ ഈ പാത്ത് എന്തെങ്കിലും സെറ്റ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്തോളൂ, VS കോഡ് ക്ലോസ് ചെയ്തിട്ട് സെർച്ച് ചെയ്ത് ഓപ്പൺ ചെയ്തോളൂ. അജയ് റംസിൻ ക്രിയേറ്റ് ചെയ്തോ? ഫോർവേഡ് റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഫോർക്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഫോർക്ക് ചെയ്തിട്ട് നിങ്ങളുടെ റെപ്പോയിലേക്ക് അതിന്റെ ഒരു കോപ്പി വരും, അത് പുൾ ചെയ്തെടുക്കാം. അത് പുൾ ചെയ്തെടുത്തിട്ട് ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്തിട്ട് പുഷ് ചെയ്യാം. ടോപ്പില് ഫയല്, എഡിറ്റ്, സെലക്ഷൻ, അത് കഴിഞ്ഞിട്ട് ടെർമിനല്, ഗിറ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് അജയ് ഞാനിവിടെ കാണിച്ചു തരാം. ഓക്കെ, ഞാനൊരു ലിങ്ക് അയച്ചു തന്നില്ലായിരുന്നു നേരത്തെ? അല്ലെങ്കിൽ ഞാനൊരു ലിങ്ക് അയച്ചു തരാം മീറ്റിംഗിൽ ഇപ്പം. ഓക്കെ, ഫാത്തിമ അത് ഓപ്പൺ ചെയ്തോളൂ ബ്രൗസറിൽ. റംസിൻ അത് കംപ്ലീറ്റ് ചെയ്തോ? എനിക്ക് വന്നിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട്. ഞാനൊന്ന് നോക്കട്ടെ, ജസ്റ്റ് നോക്കട്ടെ. പുൾ റിക്വസ്റ്റ് കൊടുത്തോ? ഇല്ലല്ലോ, എനിക്ക് പുതിയ പുൾ റിക്വസ്റ്റ് വന്നിട്ടില്ലല്ലോ. ഇത് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ശരി. സോ ഇതില് ഫോർക്ക് ഓപ്ഷൻ കണ്ടോ റൈറ്റ് സൈഡില്? വാച്ച് കഴിഞ്ഞിട്ട് കണ്ടു, അത് ക്ലിക്ക് ചെയ്യും. എന്നിട്ട് ഒരു ആ നെയിം തന്നെ കൊടുക്കുക, ക്രിയേറ്റ് ഫോർക്ക് കൊടുക്കുക. ഓക്കെ, അജയ് ഇത്രയും ചെയ്തില്ലേ? ചെയ്തു. ഇനി ആ കോഡ് ക്ലിക്ക് ചെയ്യുക, ആ ഗ്രീൻ ബട്ടൺ കോഡ് ക്ലിക്ക് ചെയ്യൂ. എന്നിട്ട് ആ ഒരു ഇത് കോപ്പി ബട്ടൺ ഇല്ല, അവിടെ കോപ്പി ചെയ്യാം. അതാണ് URL. ഓക്കെ, എന്നിട്ട് നേരെ VS കോഡിലേക്ക് പോവാം. എന്നിട്ട് ടെർമിനലിൽ പോവാം. ടെർമിനലില് ഗിറ്റ് സ്പേസ് പുള്ള്, ടെർമിനൽ താഴത്തുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ഗിറ്റ് പുള്ള് ടൈപ്പ് ചെയ്യണോ വേണ്ടേ? ഗിറ്റ് സ്പേസ് പുൾ PULL സ്പേസ്, എന്നിട്ട് അത് പേസ്റ്റ് ചെയ്യും. ഓക്കെ, എന്റർ അടിക്കൂ. നോട്ട് ഗിറ്റ് റിപ്പോസിറ്ററി വന്നിട്ടില്ലേ? സോറി, ഗിറ്റ് പുള്ളല്ല, ഗിറ്റ് ക്ലോണ്. അജയ് കറക്റ്റ് ചെയ്യണ്ടേ? റംസിൻ എന്താ വീഡിയോ ഓഫ് ആക്കി? റംസിൻ എന്താ വീഡിയോ ഓഫ് ആക്കിയെന്ന് ചോദിക്കാം. സോ അജയ്, ഫാത്തിമ, റംസിൻ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ അതിന്റെ ഒരു കോപ്പി
നമ്മുടെ റെപ്പോസിറ്ററിയിലേക്ക് നമ്മൾ അതിൻ്റെ ഒരു കോപ്പി എടുത്തു. ഓക്കെ, സോ ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് മൈ റെപ്പോ. ആക്ച്വലി എൻ്റെ റെപ്പോയിൽ എന്തൊക്കെ ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എൻ്റെ റെപ്പോയിൽ നിങ്ങൾ എന്ത് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് എൻ്റെ റെപ്പോനെ എഫക്റ്റ് ചെയ്യുന്നില്ല. നിങ്ങൾ അതിൻ്റെ ഒരു കോപ്പി എടുത്തു, അത് നിങ്ങൾ ഓൺ ചെയ്യുന്ന ഒരു കോപ്പിയാണ്. സോ നിങ്ങൾ അതിൽ നിന്ന് നിങ്ങളുടെ ലോക്കൽ സിസ്റ്റത്തിലേക്ക്, അതായത് നേരത്തെ ഫോർക്ക് എന്ന് ക്ലിക്ക് ചെയ്ത സമയത്ത് അത് എവിടെയായിരുന്നു ഉണ്ടായിരുന്നത്? നിങ്ങളുടെ ലോക്കൽ സിസ്റ്റത്തിലല്ല ഉണ്ടായിരുന്നത്, റിമോട്ടായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. സോ നിങ്ങൾ അത് കോപ്പി ചെയ്തു. ഇപ്പം ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് കാണാൻ പറ്റും, കോഡ് ക്രാഫ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഫാത്തിമയ്ക്ക് കാണുന്നില്ലേ? ശരി. ഇനിയിപ്പോ LS എന്നുള്ള കമാൻഡ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും ആ ഒരു ഫോൾഡേഴ്സ് അവിടെ ഉണ്ട്. LS എന്ന് ടൈപ്പ് ചെയ്യൂ. ഇപ്പൊ അവിടെ കാണാൻ പറ്റും ഏത് ടൈമിലാ ക്രിയേറ്റ് ചെയ്തത്. ഓക്കെ, നിങ്ങൾ ഈ കമാൻഡുമായിട്ട് ഫെമിലിയർ ആവും, കണ്ടിട്ട് പേടിക്കേണ്ടതൊന്നും ആവശ്യമില്ല. എനിക്കൊന്നും അജയും റംസിനും കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിരിക്കും. ഫാത്തിമ ആണെങ്കിൽ ഒരു 1 വീക്ക് ആകുമ്പോഴത്തേക്ക് ഇതെല്ലാം തന്നെ കറക്റ്റ് ആവും. കമാൻഡ് ഇപ്പൊ അത്ര യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, ഒരുപാട് UI ഉണ്ട്. ഓക്കെ, സോ ഫാത്തിമ ലെഫ്റ്റ് സൈഡിൽ തേർഡ് ഓപ്ഷൻ കണ്ട ആ ഒരു സൈഡ് ബാറിൽ, ലെഫ്റ്റ് സൈഡ് ബാറിൽ തേർഡ് ഓപ്ഷൻ ഒരു ഫയലിന്റെ സിമ്പിൾ ഐക്കൺ, യെസ്, അത് സോഴ്സ് കൺട്രോളർ. ഓക്കെ, അത് ക്ലിക്ക് ചെയ്യും. ക്ലിക്ക് ചെയ്തോ? ക്ലിക്ക് ചെയ്തിട്ട് വരുന്നില്ലേ? അല്ലെങ്കിൽ സ്ക്രീനിൽ വരാത്താണോ? അല്ല, വന്നപ്പോ സോഴ്സ് കൺട്രോൾ മെസ്സേജിൽ എന്തോ ടൈപ്പ് ചെയ്യാനായിട്ട്. ശരി. സോ ബേസിക്കലി നമ്മുടെ എന്തൊരു ചേഞ്ച് വരുത്തി കഴിഞ്ഞാലും, ഇനിയിപ്പം ഫാത്തിമയ്ക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല്, അജയ് ഇത്രയും കാര്യങ്ങൾ ചെയ്തോ? ഫാത്തിമ സ്റ്റോപ്പ്. ഫാത്തിമ ഇനി വേറെ ആരെങ്കിലും ഒരാൾ സ്ക്രീൻ ചെയ്തു, അപ്പം ഫാത്തിമ അത് ഫോളോ ചെയ്താൽ മതി. ഓക്കെ, ഫാത്തിമ സ്റ്റോപ്പ് ചെയ്യൂ. അജയ് അല്ലെങ്കിൽ റംസി പറഞ്ഞോളൂ. എനിക്കൊന്ന് വാഷ്റൂം പോണായിരുന്നു. ഇഷ്യൂ. ഓക്കെ, പോയി വരും. അജയ് ഇത് സ്ക്രീന് സ്റ്റോപ്പ് ചെയ്തിട്ട് പോയിക്കോളൂ. അജയ് ഷെയർ ചെയ്തോളൂ. ഓക്കെ, നോ പ്രോബ്ലം. അജയ് ഷെയർ ചെയ്തോളൂ. ഫാത്തിമയുടെ പ്രസന്റേഷൻ. സാർ ഇപ്പോ ഇത് നമ്മൾ ഫോർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ റെപ്പോസിറ്ററിയിൽ തന്നെ നമ്മുടെ റെപ്പോസിറ്ററി സെപ്പറേറ്റ് അല്ലേ? അപ്പൊ ഇനി സെപ്പറേറ്റ് ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഇല്ല, ഫോർക്ക് ചെയ്യുകയാണെങ്കിൽ ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്യണ്ട. ഞാൻ നേരത്തെ കൊളാബ് എന്നുള്ള രീതിയിലാണ് ചെയ്തത്. ഓക്കെ, സോ മെയിൻ ബ്രാഞ്ച് ആണ്, ബട്ട് മെയിൻ ബ്രാഞ്ചിലേക്ക് നമ്മൾ ഒന്നും ഡയറക്ട്ലി പുഷ് ചെയ്യില്ല. ഓക്കെ, സോ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു എക്സ്ട്രാ ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്തോളൂ, ഡെവലപ്മെന്റ് ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്തോളൂ. ഇത് മെയിൻ ബ്രാഞ്ച്, അതായത് മാസ്റ്റർ ആണ്. റംസിനും ഫോളോ ചെയ്യണേ. ഇനിയില്ലേ, ഡെസ്ക്ടോപ്പ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാണ്. ഡെസ്ക്ടോപ്പ് കാര്യങ്ങളിലേക്ക് പോകേണ്ട, എല്ലാം തന്നെ VS Code ചെയ്താൽ മതി. ആ ഡെസ്ക്ടോപ്പ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, നിങ്ങൾക്ക് കുറച്ചും കൂടെ ഇതാണ് ഇനി യൂസ് ചെയ്യണം, ചെയ്തോളൂ, ബട്ട് മാറി കളിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ബ്രാഞ്ച് ചെക്ക് ചെയ്യും. സാർ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് പോയി. ഇവിടെ ഓൾറെഡി എന്റെ പേരിൽ ഒരെണ്ണുണ്ടല്ലോ ഡീല്. ഓക്കെ, നോക്കട്ടെ. നമ്മ ആദ്യം ജസ്റ്റ് VS Code ഓപ്പൺ ചെയ്യും. ഞാൻ ചെക്ക് ചെയ്യാം. എനിക്കിവിടെ വന്നിട്ടുണ്ടോ നോക്കാം. എനിക്കിവിടെ വന്നിട്ടില്ല. അല്ല സാർ, ഞാൻ അതല്ല ചോദിക്കണേ. ഞാൻ നേരത്തെ ഇത് അപ്പോ ഞാൻ എന്റെ പേരിലൊരു ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ,
റംസിന് എനിക്ക് വോയിസ് അപ്പൊ കട്ടാവുന്നുണ്ട്. ഇനിയിപ്പോ വേറെ വല്ലതും റംസിന് ബ്രാഞ്ച് ക്രിയേറ്റ് ക്രിയേറ്റ് ചെയ്തു, ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ മനസ്സിലായില്ല. ഞാനേ ആ ബ്രാഞ്ച് സാർ നേരത്തെ പറഞ്ഞ പോലെ ക്ലോൺ ചെയ്ത് കഴിഞ്ഞിട്ടേ ആ ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞില്ലേ? യെസ്. ഓക്കെ, അപ്പൊ ഞാൻ എന്റെ പേര് ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഓക്കെ, ശരി ശരി, ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, കുഴപ്പമില്ല. ഓക്കെ, അത് ഫോർക്ക് ചെയ്തിട്ടല്ലേ ക്രിയേറ്റ് ചെയ്ത്? ആ സോ നെക്സ്റ്റ് ഒരു ടാസ്ക് എന്ന് പറയുന്നത് ഫാത്തിമ ഫാത്തിമ റിമൂവ് ആയി പോയതാണോ? ഞാൻ സ്ക്രീൻ ഷെയർ ഒഴിവാക്കിയപ്പം റിമൂവ് ആയോ? ഞാനൊരു ലിങ്ക് ഗ്രൂപ്പിലുണ്ടല്ലോ അല്ലേ? ശരി, ഇതില് നെക്സ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് രണ്ടുപേർക്കും പൈത്തൺ അറിയില്ലേ? ബേസിക് ഐഡിയ. ഒരു ഹലോ വേൾഡ് ഫയൽ ക്രിയേറ്റ് ചെയ്യാം, ഹലോ വേൾഡ് പ്രിന്റ് ചെയ്യാം, അത് പുഷ് ചെയ്യാം, നിങ്ങളുടെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യും. അജയുടെ പേരിലൊന്ന് ക്രിയേറ്റ് ചെയ്തു, നമുക്കൊന്ന് സെപ്പറേറ്റ് ആയിട്ട് തന്നെ വെക്കാം. റംസിന്റെ പേരിൽ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു, ഫോർക്ക് ചെയ്ത് റെപ്പോയില്. റംസിന്റെ റെപ്പോ ഒക്കെ ക്ലിയർ ആയിട്ടുണ്ടോ? ബ്രാഞ്ച് ആണോ? ബ്രാഞ്ച് അല്ല, റെപ്പോ കാര്യങ്ങളൊക്കെ ലോക്കലിലേക്ക് എടുത്തോ? അജയ് സ്റ്റോപ്പ് ചെയ്തോ, റംസിൻ സ്ക്രീൻ ഷെയർ ചെയ്. അജയ്ക്ക് മനസ്സിലായില്ല. എന്നിട്ട് ഗിറ്റബിൽ പോയിട്ട് പുൾ റിക്വസ്റ്റ് മേക്ക് ചെയ്തിട്ട് എൻ്റെ ഇതിലേക്ക് അത് പുൾ ചെയ്യാം. ഓക്കെ, റംസിൻ ഒന്ന് ഷെയർ ചെയ്. ഓക്കെ, ശരി, റംസിന്റെ വന്നിട്ടുണ്ട്. റംസിൻ ഒരു ഫോൾഡ് ക്രിയേറ്റ് ചെയ്യുക. ഏതൊക്കെ ബ്രാഞ്ച് വരുന്നത്? ഓക്കെ, മെയിൻ ഉണ്ട്. ഓക്കെ, ഒരു ഇവിടത്തേക്ക് വരേണ്ട ആവശ്യമില്ല, അത് ക്ലോസ് ചെയ്തോളൂ, ഡെസ്ക്ടോപ്പ് ക്ലോസ് ചെയ്തോളൂ. ഓക്കെ, എന്നിട്ട് ആ ബ്രാഞ്ച് പോയിട്ട് ഒരു ഡെവലപ്മെന്റ് ബ്രാഞ്ച് കൂടെ ക്രിയേറ്റ് ചെയ്യും. ക്രിയേറ്റ് ന്യൂ ബ്രാഞ്ച് ഫ്രം ന്യൂ ബ്രാഞ്ച് സെക്കൻഡ്. ഡെവലപ്മെന്റ് ഓക്കെ, എൻ്റർ അടിച്ചോളൂ. ബ്രാഞ്ച് നെയിം ഡെവലപ്മെന്റ്, പ്ലീസ് പ്രൊവൈഡ് എ ന്യൂ ബ്രാഞ്ച്. ഡെവലപ്മെന്റ് ഒന്നുകൂടെ കൊടുക്കും, അതെന്താ പറ്റി? ഡെവലപ്മെന്റ് കൊടുക്കും, എൻ്റർ അടിക്കൂ. ഓക്കെ, ആ ബ്രാഞ്ചിന്റെ അവിടെ ഓൾറെഡി ബ്രാഞ്ച് ഡെവലപ്മെന്റിലേക്ക് മാറിയിട്ടുണ്ട്. ഓക്കെ, സോ നേരത്തെ നേരത്തെ ചെയ്തത് ആ ഒരു ഫോൾഡറിലായിരുന്നു അല്ലേ? ഓക്കെ, ശരി. ഇനി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സിങ്ക് ചെയ്യൂ. താഴത്തൊരു സിങ്കിങ് ബട്ടൺ കണ്ടോ? പബ്ലിഷിംഗ് ബട്ടൺ കണ്ടോ? പബ്ലിഷ് ചെയ്യൂ. പബ്ലിഷ് ചെയ്തിട്ട് റിമോട്ടിൽ പോയിട്ട് ചെക്ക് ചെയ്യും. ഫാത്തിമയുടെ പേരിൽ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. ഏതിലാണ് നമ്മളിപ്പം ക്രിയേറ്റ് ചെയ്തതിൽ ഫാത്തിമ സ്ക്രീൻ ഷെയർ ചെയ്തോളൂ. ഒറിജിൻ വെയിറ്റ് ഇതില് ഇപ്പം കൊടുക്കേണ്ട ഒറിജിനിലേക്കാണ്. ഓക്കെ, അതായത് റംസിന്റെ തന്നെ ഒറിജിനിലേക്കാണ് കൊടുക്കേണ്ടത്. ഇവിടെ ഇപ്പൊ നിങ്ങൾ കണ്ടോ, രണ്ട് അപ്സ്ട്രീം ബ്രാഞ്ച്. ഓക്കെ, ഒറിജിൻ മെയിനിലേക്കല്ല, ഇതിലേക്ക് കൊടുക്കണ്ടേ? ഇതിപ്പം പുഷ് ചെയ്യല്ലേ ചെയ്യുന്നത്, മീൻസ് സിങ്ക് ചെയ്യല്ലേ ചെയ്യുന്നത്. റിമോട്ട് ബ്രാഞ്ച് മെയിന് കൊടുക്കണ്ട, വേറെ ഏതോ വരുന്നത്, എനിക്കത് കിട്ടും. റംസിൻ മെയിനിലേക്ക് കൊടുക്കും റംസിൻ തൽക്കാലം.
അജയ് പുൾ റിക്വസ്റ്റ് എടുത്തോ? സാർ പുൾ റിക്വസ്റ്റ് ലൈക്ക് ബേസ് റെപ്പോസിറ്ററി സാറിന്റെ ഇത് പിന്നെ ബേസ് മെയിൻ എന്നല്ലേ കൊടുക്കണ്ടേ? ബേസ് മെയിൻ ഓക്കെ. ആദ്യം മെയിനിലേക്ക് അത് മെർജ് ചെയ്യണം. ഓക്കെ, ആദ്യം അജയ് തന്നെ അജയിന്റെ ഇതൊന്നും മെയിനിലേക്ക് മെർജ് ചെയ്യാം. നിങ്ങൾക്ക് ആ ഒരു ഫ്ലോ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അല്ലാതെ എനിക്ക് പുള്ള് ചെയ്താൽ മതി. അത് പുള്ള് ചെയ്തിട്ട് അതിൽ ജസ്റ്റ് ഒരു കമന്റ് ആഡ് ചെയ്തോളൂ. ഫോൾഡർ ആഡ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു ഡിസ്ക്രിപ്ഷൻ. ഫാത്തിമ അത് ചെയ്തോളൂ, അത് ഷെയർ ചെയ്തിട്ട്. എടാ ഞാൻ ഇന്ന് കുറച്ച് ഇപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യും. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്ലാസ് മുതൽ ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കാം. പൈത്തൺ നിങ്ങൾക്ക് പറ്റാവുന്ന ബേസിക്സ് നോക്കാം. ഓക്കെ, നമ്മൾ എന്തായാലും ബേസ് മുതൽ തന്നെ ഡിസ്കസ് ചെയ്യും. ഒന്ന് ജസ്റ്റ് റീഫ്രഷ് ചെയ്യാം. സ്റ്റാർട്ടിങ്ങിലും എല്ലാം പോവാം. കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊന്ന് ഫെമിലിയർ ആയതിന്റെ ശേഷം ഒന്ന് സ്പീഡപ്പ് ചെയ്യാം. ഇത് ഫാത്തിമയുടെ സ്ക്രീൻ ആണോ? ഫാത്തിമ VS കോഡിലേക്ക് പോകും. നമ്മളിപ്പം ചെയ്തു വെച്ച എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഓക്കെ, ഫയൽ എടുക്കൂ. ആ ഒരു ഫസ്റ്റ് ഓപ്ഷൻ എടുക്കൂ, ലെഫ്റ്റ് സൈഡിൽ ടോപ്പ്. ഓക്കെ, ഇതിലിപ്പം ആ ഒരു ഫോൾഡർ വന്നിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ടോപ്പില് ഫസ്റ്റ് ഓപ്ഷൻ, ഫസ്റ്റ് അല്ല സെക്കൻഡ് ഓപ്ഷൻ, കോഡ് എന്ന് എഴുതി കണ്ടില്ലേ? കോഡ് എന്ന് പറയുന്ന ഫയലിലാണ് അതിന്റെ റൈറ്റ് സൈഡിൽ സെക്കൻഡ് ഓപ്ഷൻ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. അതാണ് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഫാത്തിമയുടെ പേരിലൊന്ന് ക്രിയേറ്റ് ചെയ്തോളൂ, ഫാത്തിമ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, പൈത്തണിന്റെ ഒന്നും അറിയില്ല, പിന്നെ ഗിറ്റിലാണെങ്കിൽ യൂസർ. ഓക്കെ, ഒരു ചെറിയ ടാസ്ക് തരാം. ഇപ്പം ഗിറ്റില് താഴത്ത് മെയിൻ ബ്രാഞ്ചിൽ ഓക്കെ, തൽക്കാലം ഫാത്തിമ അതിലൊരു ഫയൽ ആഡ് ചെയ്യൂ. ഫയലിൻ്റെതാണ് ഫസ്റ്റത്തെ ഓപ്ഷൻ. അവിടെ അല്ല നമ്മളിപ്പോൾ രണ്ടാമത്തെ ഓപ്ഷൻ അല്ല എടുത്ത്, അത് തന്നെ ക്ലിക്ക് ചെയ്യാം. ഫയലിന്റെ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യുക. യെസ്, എന്നിട്ട് ഒന്നും കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നേരത്തെ നമ്മൾ രണ്ടാമത്തെ ഓപ്ഷൻ ഫോൾഡർ ആണ് ക്രിയേറ്റ് ചെയ്ത്, ഇനി ഫയൽ ക്രിയേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഫാത്തിമ എന്ന് പറയുന്ന ഫോൾഡറിന്റെ മുകളിൽ ക്ലിക്ക് ചെയ്യാം. യെസ്, അവിടെ ക്ലിക്ക് ചെയ്യുക. ഇതിന് ശേഷം ഫസ്റ്റത്തെ ഓപ്ഷൻ എടുക്കുക. ഓക്കെ, readme.txt. ഓക്കെ, readme.txt. ഓക്കെ, ഇത് നോർമൽ ഒരു ടെക്സ്റ്റ് ഫയലാണ്, എന്ത് വേണമെങ്കിലും അതിൽ എഴുതാം. ഓക്കെ, ദിസ് ഇസ് മൈ ഫസ്റ്റ് കമന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും. ഓക്കെ, ദിസ് ഇസ് മൈ റെപ്പോ, എന്തെങ്കിലും ഒരു ടോപ്പിക് എഴുതുക. ജസ്റ്റ് ഒരു എന്തെങ്കിലും ഒന്ന് എഴുതി വെക്കും. ഇപ്പോൾ ദിസ് ഇസ് മൈ ഫസ്റ്റ് റെപ്പോ, ദിസ് ഇസ് മൈ ഫസ്റ്റ് റെപ്പോ. എന്നിട്ട് ആ സോഴ്സ് കൺട്രോളറിന്റെ മുകളിൽ ഇപ്പോൾ ഒരു പ്ലസ് സിമ്പിൾ വന്ന് കണ്ടോ, തേർഡ് ഓപ്ഷൻ. ഓക്കെ, സോ ആ ഒരു ചേഞ്ച് ട്രാക്ക് ചെയ്യാണ്. ഓക്കെ, അപ്പം ആ ഒരു കമ്മിറ്റിൽ നമുക്ക് എഴുതാൻ പറ്റും നമ്മൾ എന്ത് ചേഞ്ച് ആണ് ഇപ്പം വരുത്തിയെന്ന്. ഓക്കെ, അവിടെ എഴുതിക്കോളൂ, ഐ ആഡഡ് ഫസ്റ്റ് ഫയൽ, അല്ലെങ്കിൽ മൈ ഫസ്റ്റ് ഫയലോ അല്ലെങ്കിൽ ഫസ്റ്റ് മെസ്സേജ്, ഫസ്റ്റ് കമ്മിറ്റ്, എന്തെങ്കിലും ഒന്ന് എഴുതൂ. ഫസ്റ്റ് കമ്മിറ്റ് എന്ന് കൊടുത്തോളൂ. ആ മെസ്സേജിൽ ടൈപ്പ് ചെയ്തോളൂ ഫസ്റ്റ് കമ്മിറ്റ്. ഫസ്റ്റ് കമ്മിറ്റ്. ഓക്കെ, ദെൻ ചേഞ്ചസിൽ അവിടെ ഒരു പ്ലസ് ഐക്കൺ കണ്ടോ താഴത്ത്, അതിന്റെ താഴത്ത് ആ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അത് സ്റ്റേജിങ് എന്ന് പറയും. എന്നിട്ട് കമ്മിറ്റ് ചെയ്തോളൂ, ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്തോളൂ, ആ ബ്ലൂ. ഓക്കെ, സീ ഓൾ കമ്മിറ്റ് ചേഞ്ചസ്. ഓക്കെ, സേവ് ഓൾ കമ്മിറ്റ് ചേഞ്ചസ് കൊടുത്തോളൂ. ഇനി സിങ്ക് എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ക്ലിക്ക് ചെയ്യൂ, അവിടെ ഒരു എറർ വരും. ഓക്കെ കൊടുക്കൂ. ഓക്കെ, യൂസർ നെയിം ഇതൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് തോന്നുന്നു അല്ലേ? നേരത്തെ മേ ബി ഒരു എറർ വരും, നോക്കാം. സാർ ഞാനത് പുൾ റിക്വസ്റ്റ് കൊടുത്തു, പക്ഷെ ഞാൻ തന്നെ ക്ലോസ് ചെയ്യേണ്ട സാറല്ലേ? അല്ല, ഐ മീൻ ഓക്കെ, ആണ്, അതൊന്നും കൂടെ കൊടുത്താൽ മതി. ഓക്കെ, അതില് ഓക്കെ സൈൻ ഇൻ വിത്ത് കോഡ്. ഓക്കെ, ഇതിലിപ്പം ഇവര് പുതിയതായിട്ട് വന്നതാണ് ആക്ച്വലി, ഇത് കമാൻഡ്. ഓക്കെ,
ഇത് ആക്ച്വലി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം റംസിന്റെ ഫാത്തിമയുടെ ഡീറ്റെയിൽസ് ഒന്നും അതിനറിയില്ല എങ്ങോട്ടാണ് പുഷ് ചെയ്യേണ്ടതെന്നുള്ളത്. അതുകൊണ്ട് അത് സൈൻ വെച്ച് യൂസർ നെയിമും പാസ്വേഡും ക്ലിയർ ചെയ്യാൻ പറ്റും. ക്ലിക്ക് ചെയ്ത് പോവുക, എന്തെങ്കിലും എറർ വരും, എങ്ങനെയാണ് റിസോൾവ് ചെയ്യാന്ന് മനസ്സിലാക്കുക. എന്നിട്ട് വൺസ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ ബ്രൗസറിലുണ്ടല്ലോ ഓപ്പൺ ചെയ്യൂ, ബ്രൗസർ ഓപ്പൺ ചെയ്യൂ, മീൻസ് ക്രോം ഓപ്പൺ ചെയ്യൂ. ഇവിടെ അല്ല, ക്രോം ഓപ്പൺ ചെയ്യും. ഓക്കെ, മതി, കുഴപ്പമില്ല, അവിടെ നിന്നോട്ടെ. അതിൽ ഗിറ്റബിൽ പോകൂ, തൊട്ടടുത്തുള്ള ടാബ്, ഇപ്പൊ തുറന്നതിന്റെ തൊട്ടടുത്തുള്ള ടാബ്, റൈറ്റ് സൈഡിലല്ല ലെഫ്റ്റില്. യെസ്, ഇവിടെ ഒന്ന് റീഫ്രഷ് ചെയ്യൂ. ആക്ച്വലി അത് ക്ലിയർ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഫാത്തിമയുടെ ഉള്ള പേരും അതുപോലെ തന്നെ ആ ഒരു ഇപ്പം ക്രിയേറ്റ് ചെയ്ത readme.txt എന്ന് പറഞ്ഞ ഫയൽ ഇവിടെ കാണണം. ഓക്കെ, സോ നെക്സ്റ്റ് ഡേ ആകുമ്പോഴത്തേക്ക് അത് ക്ലിയർ ചെയ്യുക. എന്താ എന്നുള്ളത് ഇവൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ജെമിനിയിൽ ഇട്ട് കഴിഞ്ഞാൽ അവർ ആൻസർ പറഞ്ഞു തരും. സെർച്ച് ചെയ്യുക. മേ ബി സ്റ്റാക്ക് ഓവർഫ്ലോ എന്നൊക്കെ പറയുന്ന ഒരു സോഷ്യൽ പ്ലാറ്റ്ഫോം ആണ്. അവിടെ ഇങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് അവർ ഡിസ്കസ് ചെയ്യും. അങ്ങനെ നിങ്ങൾ കുറച്ച് സെർച്ച് ചെയ്യുക, എന്തെങ്കിലും എറർ വരുത്താൽ അത് സോൾവ് ചെയ്യാം. ഓക്കെ, അജയ് നാളെ ആവുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ നാളെ ഇനി ക്ലാസ് ഉണ്ടാവില്ല, മറ്റന്നാളായിരിക്കും. മറ്റന്നാളാകുമ്പോഴത്തേക്കും എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഒരു പേരിൽ ഫോൾഡർ, എന്നിട്ട് എനിക്കൊരു പുൾ റിക്വസ്റ്റ് വന്നിരിക്കണം. ഓക്കെ, അലോങ് വിത്ത് ദാറ്റ് പൈത്തൺ നിങ്ങൾക്ക് എന്തൊക്കെ സെർച്ച് ചെയ്യാൻ പറ്റുമോ, ബേസിക് എന്തൊക്കെ പഠിക്കാൻ പറ്റുമോ അതൊക്കെ പഠിച്ചു വരാം. ക്ലിയർ ആണോ ഫാത്തിമ, റംസിൻ, റസൽ?